ശ്രീ സി രാധാകൃഷ്ണൻ്റെ ദ ഗെയിം ചലഞ്ച് എന്ന കഥ ഗ്രന്ഥാലോകത്തിൽ സെപ്റ്റംബർ ലക്കത്തിൽ വന്ന കഥയാണ്. കഥയുടെ പേര് ദ ഗെയിം ചലഞ്ച്. എന്തു ചെയ്യണമെന്ന് അറിയാതെ അമ്മ വിഷമിച്ചു. മുറിയുടെ സിറ്റൗട്ടിൽ കൊണ്ടുചെന്നു വെച്ച പ്രാതൽ അനു കഴിച്ചിട്ടില്ല. കതകിൽ തട്ടുന്നത് അവന് ഇഷ്ടമല്ല. കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ അങ്ങനെയാണ്. തണുത്തുപോയ പ്രാതലിൻ്റെ കൂടെ ലഞ്ചും വച്ചിട്ട് പോയാൽ അതും. ഒരു കൊല്ലം കൊണ്ടുണ്ടായ സ്വഭാവമാറ്റമാണ് ഇത്രയും. അവൻ്റെ ഡാഡി കഴിഞ്ഞ തവണ അവധി കഴിഞ്ഞ് അമേരിക്കയിലേക്ക് തിരിച്ച് പോകുമ്പോഴും അവൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ബിടെക് പരീക്ഷയിൽ ലഭിച്ച നല്ല വിജയത്തിൻ്റെയും ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി ഉടനെ കിട്ടിയ ജോലിയുടെയും സന്തോഷത്തിലായിരുന്നു കുടുംബം. അമേരിക്കയിലേക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാം എന്നൊരു ധാരണയുണ്ടായി. നാട്ടിലെ മൂല്യങ്ങളുമായി പൊരുത്തപ്പെട്ട് വളരട്ടെ മകൻ എന്ന് കരുതിയാണ് 10-15 വർഷമായി അമ്മ അച്ഛനെ പിരിഞ്ഞ് ഇവിടെ കഴിയുന്നത്. ഇനി അത് വേണ്ടെന്ന് തോന്നി. അനുവിനും പെട്ടെന്ന് കിട്ടിയ ജോലിയാണ് എല്ലാം മാറ്റിമറിച്ചത്. വർഷത്തിൽ 15 ലക്ഷം ശമ്പളം. കുറച്ച് നാളത്തെ എക്സ്പീരിയൻസ് കൂടി ആയിട്ട് ആകാം വിദേശത്തേക്ക് പോകുന്നത് എന്ന് അനു പറഞ്ഞു. അവൻ്റെ ഒരു നിലപാടിനും ഡാഡി എതിരു നിൽക്കാറില്ല. അനിതയെ പിരിഞ്ഞു പോകാനുള്ള മടിയും അതിന് കാരണമായിട്ടുണ്ടാവാം എന്ന് അച്ഛനും അമ്മയും കരുതി. കുട്ടിക്കാലം തൊട്ടുള്ള അയൽപക്ക ബന്ധമാണ് ഇവർ ഇരുവരും തമ്മിൽ. പ്രായപൂർത്തിയായപ്പോൾ അത് സ്നേഹമായി. എൻജിനീയറിംഗ് കോളേജിൽ ഒരുമിച്ചും ആയിരുന്നു. ഇരുകൂട്ടരുടെയും രക്ഷാകർത്താക്കൾക്ക് തികച്ചും സമ്മതവുമായിരുന്നു ഈ ബന്ധം. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ അനിതയ്ക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയില്ല. താമസിയാതെ എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിൽ എല്ലാവരും ഇരിക്കെയാണ് അവൻ്റെ ഡാഡി തിരിച്ചു പോയത്. എന്നിട്ടോ അടുത്ത ഒരാഴ്ചയ്ക്കകം അവൾ ജർമ്മനിയിൽ ഒരു ഫെല്ലോഷിപ്പും സ്കോളർഷിപ്പും ഒരുമിച്ച് നേടി. പെട്ടെന്ന് നാട് വിടുകയും ചെയ്തു. പുതിയ കാലമല്ലേ, എവിടെ ഇരുന്നാലും ബന്ധം തുടരാം എന്ന് അവളും വിചാരിച്ചിരിക്കാം എന്നേ അപ്പോഴും കരുതിയുള്ളൂ. അതിൽ പിന്നെയാണ് അനു ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതെ ആയത്. ഗെയിം ഡെവലപ്മെൻറ്റ് ആണ് കമ്പനി അവന് നൽകിയ ജോലി. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഹാർഡ്വെയർ ഉൾപ്പെടെ ആ മുറിയിൽ അവർ തന്നെ കൊണ്ടുവച്ചു. വേറെ ആർക്കും അനുപ്രവേശനം അനുവദിച്ചില്ല, അമ്മയ്ക്ക് പോലും. വീട് വൃത്തിയാക്കാൻ അമ്മയെ സഹായിക്കാൻ വരുന്നവർക്ക് വരെ പ്രവേശനം നിഷേധിച്ചു. അതൊക്കെ തനിക്ക് സമയമുള്ളപ്പോൾ താൻ തന്നെ ചെയ്തു കൊള്ളാം എന്നായിരുന്നു ശാഠ്യം. പക്ഷെ അവന് സമയം വളരെ കഷ്ടി. മുറി ആകെ അലങ്കോലമായി. ദിനചര്യ പോലും കാലത്തും നേരത്തും ഇല്ല. ഒരു ബർമുട മാത്രമാണ് വേഷം. ജോലിയായാലും ഉറക്കമായാലും അത്രയേ ഉള്ളൂ. വില്ലയിലെ സ്റ്റുഡിയോ റൂമിലായിരുന്നു അനു. മുറിയുടെ വാതിൽ തുറന്നാൽ ഒരു ചെറിയ വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. ഭക്ഷണമൊക്കെ അവിടെ വച്ചാൽ മതി. വിശക്കുമ്പോൾ എടുത്തു കഴിക്കും. കാലവും നേരവും ഒന്നും നോക്കുക പതിവില്ല. പ്രധാന മുറിയുടെ പ്രവേശന കവാടം അകത്തു നിന്ന് അടച്ചിരിക്കും. ചിലപ്പോൾ പാതിരാത്രി കഴിഞ്ഞും മറ്റും വീട്ടിനകത്ത് നടക്കുന്നത് കാണാം. അതും ലൈറ്റിടാതെ. അമ്മ എന്തു ചോദിച്ചാലും പലപ്പോഴും കാതിൽ വീഴില്ല. വീണാലും മറുപടി പറയുന്നത് അപൂർവം. ജോലിത്തിരക്ക് കൊണ്ടാകാം എന്നാണ് അമ്മ ആദ്യം കരുതിയത്. ചെയ്യേണ്ടത് എത്ര ജോലിയാണ് എന്ന് കണക്കില്ല എന്ന് അമ്മ അറിഞ്ഞു. തീരുന്ന മുറയ്ക്ക് തുടർന്നും ജോലി വന്നുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് ബാങ്കിലേക്ക് പണവും വരും. ഒന്നിനും പുറത്തു പോകേണ്ടതില്ല. കോളേജിൽ 2 അടുത്ത സുഹൃത്തുക്കളുണ്ടായിരുന്നു. ആദ്യമൊക്കെ അവരുമൊത്ത് വല്ലപ്പോഴും പുറത്തു പോകും. എന്തെങ്കിലും മാളിൽ സിനിമ കാണാനോ ഭക്ഷണം കഴിക്കാനോ ഒക്കെ. പിന്നെ അതും കുറഞ്ഞു. അമ്മയുടെ പരിഭവങ്ങൾക്കും പരിദേവനങ്ങൾക്കും അപേക്ഷകൾക്ക് പോലും അനുവിൻ്റെ മറുപടി മൗനം. സഹിക്കവയ്യാതായപ്പോൾ ഭർത്താവിനെ വിവരമറിയിച്ചു. ഇക്കാലത്തെ പ്രൊഫഷണലുകൾ ഇങ്ങനെയൊക്കെയാണ് എന്നായിരുന്നു മറുപടി.
ഡാഡി തന്നെ ഇവനെ ഫോണിൽ വിളിച്ചാലും ഹലോ ഡാഡ് എന്നതിനപ്പുറം അവന് കാര്യമായി ഒന്നും പറയാനുണ്ടായില്ല. ഡാഡി ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങളിൽ അവന് താല്പര്യവും ഉണ്ടായില്ല. ഏതാണ്ട് ഒരു 3 മാസക്കാലം ഇങ്ങനെ പോയപ്പോൾ അമ്മ അനിതയെ വിളിച്ച് രഹസ്യമായി കാര്യം പറഞ്ഞു. അപ്പോഴാണ് അറിയുന്നത് അനിതയ്ക്കും അനുവിൽ നിന്ന് ഇതുതന്നെയാണ് പ്രതികരണമെന്ന്. പരസ്പരബന്ധം അയഞ്ഞു പോയത് ആണ് കാര്യമെന്ന് അവൾ ശങ്കിച്ചു. സ്നേഹബന്ധങ്ങളിൽ അഴിച്ചുപണികൾ അസാധാരണമല്ലല്ലോ ഈ കാലങ്ങളിൽ. പക്ഷേ മറ്റാരെയും അവൻ കാണാറില്ലെന്നും ആരുമായും ഫോണിൽ പോലും സംസാരിക്കാറുണ്ടാവില്ല എന്നും അമ്മ കൃത്യമായി അറിഞ്ഞു. ഇത് കൂടുതൽ സങ്കടത്തിന് കാരണമായി. ഇങ്ങനെ ഇരിക്കെയാണ് അനുവിൻ്റെ പിറന്നാൾ വന്നത്. തലേന്നാൾ രാത്രി അമ്മ തീരുമാനിച്ചു, നാളെ അവനുമായി സംസാരിക്കണം. അവനിഷ്ടമുള്ളതൊക്കെ വച്ച് വിളമ്പി കൊടുത്ത് കഴിപ്പിക്കണം. അമ്മ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയി ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റൂ ആണ് അവനിഷ്ടമുള്ള കറി. ഇഞ്ചിയും പച്ചമുളകും തേങ്ങാപ്പാലും ധാരാളമായി ചേർക്കണം. കൂടെ കഴിക്കാൻ ഇതുണ്ടെങ്കിൽ എത്ര നൂൽപുട്ടും അകത്താക്കും അവൻ. പ്രാതൽ ഒരുക്കി വച്ച് അമ്മ ചെന്ന് വാതിക്കൽ മുട്ടി. പ്രതികരണമില്ല. പക്ഷേ പതിവുള്ള പിന്മാറ്റം നടത്തിയില്ല. വാതിലിൽ മുട്ടിക്കൊണ്ടേയിരുന്നു. ഇടയ്ക്കിടെ വിളിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്നു. മകനെ കണ്ട അമ്മയുടെ ശ്വാസം നിലച്ചു. വേഷം പ്രാകൃതം. കുളിച്ചിട്ട് ദിവസങ്ങളായി. താടിയും മുടിയും വളർന്നിരിക്കുന്നു. കണ്ണിലെ കുട്ടിത്തത്തിന് മാത്രം മാറ്റമില്ല. ശരീരത്തിലുള്ള ഒറ്റ വസ്ത്രവും കിടക്കയിലെ വിരിയും കഴുകിയിട്ട് എത്രയോ കാലമായി. മുറിയിലാകെ അഴുക്കിൻ്റെയും വിയർപ്പിൻ്റെയും ഗന്ധം. പതറിപ്പോയ അമ്മ അവൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ് മോം. അവൻ്റെ സ്വരത്തിലോ ഭാവത്തിലോ അസാധാരണമായി ഒന്നും കണ്ടില്ല. സന്തോഷവാനാണ് എന്ന് തോന്നി. വേഗം കുളിച്ചു വരൂ, അമ്മ പറഞ്ഞു. പ്രാതൽ ഒരുമിച്ച് കഴിക്കാം. അമ്മ കഴിച്ചോളൂ, ഞാൻ വരാം. അനു അമ്മയുടെ കൈകളിൽ നിന്നും മോചനം നേടാൻ ശ്രമിച്ചു. എനിക്ക് അല്പം കൂടി ജോലിയുണ്ട്. ഇന്നൊരു ദിവസം ജോലി ഇത്ര മതി, അമ്മ ശഠിച്ചു. നീ സമ്പാദിച്ചിട്ട് വേണ്ടല്ലോ ഇവിടെ ആർക്കും പുലരാൻ. പിടിച്ചു വലിച്ചാണ് കുളിമുറിയിലേക്ക് നയിച്ചത്. പക്ഷേ ഏറെ നേരം പുറത്ത് കാത്തു നിന്നിട്ടും ആ വാതിൽ വീണ്ടും തുറന്നില്ല. ഷവറിൻ്റെ ശബ്ദം കേട്ടുമില്ല. അതിനിടെ അമ്മ മുറിയൊക്കെ വൃത്തിയാക്കി. അഴുക്കായി കിടന്ന ബർമുടകളെടുത്ത് വെളിയിലിട്ടു. AC ഓഫാക്കി. 2 ജനൽപ്പാളികൾ തുറന്നു വെച്ചു. ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും കുളിമുറിയുടെ വാതിൽ അടഞ്ഞു തന്നെ കിടന്നപ്പോൾ വീണ്ടും മുട്ടി. വാതിൽ അകത്തു നിന്ന് അടച്ചിരുന്നു. എങ്കിലും ബോൾട്ട് നീക്കിയിരുന്നില്ല. മുട്ടിൻ്റെ ശക്തിയിൽ കിട്ടിയ വാതിൽ പഴുതിലൂടെ അമ്മ കണ്ടത് കമോഡിലിരിക്കുന്ന അനു മടിയിൽ വെച്ച ലാപ്ടോപ്പിൽ എല്ലാം മറന്ന് ജോലി ചെയ്യുന്നതാണ്. ഓ, ഐ ആം സോറി മാം. പ്രാതൽ തണുക്കുന്നു. ഐ ജസ്റ്റ് ഗോട്ട് എ വണ്ടർഫുൾ ഐഡിയ ഫോർ എ റിമാർക്കബിൾ ന്യൂ ഗെയിം. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ലക്ഷ്യം അനു അമ്മയോട് പറഞ്ഞത് അന്നാണ്. ലോകത്ത് ആർക്കും അവസാന ലെവൽ വരെ പോകാൻ പോലും കഴിയാത്ത ഒരു ഗെയിം ഉണ്ടാക്കുക. ആ ലെവലും കടന്നാൽ അല്ലേ ജയിക്കുന്ന കാര്യം ആലോചിക്കാൻ പോലും പറ്റൂ. അനിതയ്ക്ക് വേറെ വല്ലതും തോന്നില്ലേ? അനിയും ഇതുപോലെ മറ്റൊരു കാര്യത്തിലായിരിക്കില്ലേ? ഗതികെട്ട അമ്മ ചോദിച്ചു. അപ്പോൾ ജീവിതമെന്ന ഗെയിമോ? അത് അനു കേട്ടില്ല. അതിനിടെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിലേക്ക് തിരികെ പോയിരുന്നു. അവിടെ 1 മിനിറ്റ് കൂടി നിന്നാൽ കരഞ്ഞു പോകുമെന്ന് ഉറപ്പായതുകൊണ്ട് അമ്മ പുറത്തുപോയി. ഒരാൺകുട്ടിയെ വളർത്തുക എന്ന ചലഞ്ചിനു മുന്നിൽ താൻ പരാജയപ്പെട്ടു പോയല്ലോ എന്നോർത്തപ്പോൾ ഒരു ഡോക്ടർ കൂടി ആയിരുന്നിട്ട് കൂടി അമ്മയുടെ ഉള്ളം നുറുങ്ങിപ്പോയി. അവർ തൻ്റെ അവസാനത്തെ അത്താണിയായ ഭർത്താവിനെ വിളിച്ചു. അവിടെ നേരം അർദ്ധരാത്രിയോട് അടുത്തിരുന്നു. അലോസരപ്പെട്ട പോലെയായിരുന്നു മറുപടി.
ഡോണ്ട് യു ബോദർ ഡിയർ, ലീവ് ഹിം അലോൺ ആൻഡ് കം ഓവർ. ലെറ്റ് ഹിം പ്ലേ ഹിസ് ഗെയിം. ഐ ഹോപ്പ് ഹി ഈസ് ഗ്രോൺ അപ്പ് ഇനഫ്. സ്വാഭാവികമായി ഉയർന്ന സങ്കടത്തിൽ കുതിർന്ന നീണ്ട നിശ്വാസത്തിനിടെ ആ അമ്മ തന്നോട് തന്നെ പിറുപിറുത്തു. ഈ ഭൂമിയിൽ എല്ലാവരും ഇത്രത്തോളം വളർന്നു കഴിഞ്ഞു എങ്കിൽ നന്ദി, നമസ്കാരം.